ആലത്തൂർ നിയോജക മണ്ഡലത്തിൽ മൂന്നാം തവണയാണ് PK ബിജു ജനപിന്തുണ തേടുന്നത്. ചുവപ്പിന്റെ കോട്ട എന്ന പേരിൽ തന്നെയാണ് ആലത്തൂർ അറിയപ്പെടുന്നത്. എതിർ സ്ഥാനാർത്ഥി UDFന്റെ രമ്യയാണ്. ഇപ്പോൾ പ്രചരണ പരിപാടികളൊക്കെ ആവേശകരമായിട്ടുള്ള പ്രവർത്തനമാണ്. സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞതിന് ശേഷം ആലത്തൂർ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ നടന്നത്. പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ പൂർത്തീകരിച്ചതിന് ശേഷം 7 അസംബ്ലി നിയോജക മണ്ഡലങ്ങളും എല്ലാ പഞ്ചായത്ത് കൺവെൻഷനുകളും ബൂത്ത് തല കൺവെൻഷനുകളും പൂർത്തീകരിച്ച് രണ്ടാം ഘട്ട പ്രവർത്തനത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. വ്യക്തികൾ, സ്ഥാപനങ്ങൾ, പ്രധാന കേന്ദ്രങ്ങൾ കാണുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം ഒരു ഘട്ടം പൂർത്തീകരിച്ചു. ഇത് രണ്ടാം ഘട്ടം 4ാം ദിവസമാണ്. 10 വർഷത്തിനിടെ 2200 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ അങ്ങിവിടെ കാഴ്ചവെച്ചു എന്ന് അറിഞ്ഞു. ഇപ്പോൾ ജനങ്ങളുടെ ഇടയിൽ നിന്നുള്ള പ്രതികരണം എങ്ങനെയാണ്? ജനങ്ങൾ ആവേശകരമായി പ്രചരണത്തിന് ഇറങ്ങുന്നത് കാണുന്നത് തന്നെ എത്രമാത്രം ഈ കാലത്തെ രാഷ്ട്രീയം നമ്മുടെ ജനങ്ങൾ സജീവമായി ഇടപെടുന്നു എന്നതിൻ്റെ തെളിവാണ്. ആലത്തൂർ നിയോജക മണ്ഡലത്തിൽ 25,000 കുടുംബങ്ങളിൽ കുടിവെള്ളം എത്തിക്കാൻ കഴിഞ്ഞു. കാർഷിക മേഖലയിൽ നബാർഡിൻ്റെ പ്രത്യേക സഹായം ഏറ്റവും കൂടുതൽ കിട്ടിയ ഒരു കാലയളവാണിത്. അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ളത് ആധുനിക നിലവാരത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞു. വിദ്യാർത്ഥികളുടെ പഠന മികവുണ്ടാക്കാൻ ഇൻസ്പയർഡ് സ്കൂൾ പദ്ധതി ഏതാണ്ട് 289 സ്കൂളുകളിൽ ഏറ്റെടുത്ത് നടപ്പിലാക്കി കഴിഞ്ഞു. ജനങ്ങളുടെ വലിയ ഒരു വികാരം 3 വർഷത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം ഈ കേരളത്തിൽ ഇതുവരെ ഇല്ലാത്ത വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഭരണമാണ് എന്നതും, ജനങ്ങളുടെ വലിയ ഒരു വികാരം 3 വർഷത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം ഈ കേരളത്തിൽ ഇതുവരെ ഇല്ലാത്ത വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഭരണമാണ് എന്നതും കൂടി കണക്കെടുത്ത് വലിയ ഭൂരിപക്ഷത്തോടു കൂടി ഇടതുപക്ഷത്തെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പം ജനം, വോട്ടർമാർ വലിയ തോതിൽ എല്ലാ അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലും പഞ്ചായത്ത് തലങ്ങളിലും അഭൂതപൂർവമായ ജനപിന്തുണ കാണിക്കുന്നത്. ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ചരിത്ര ഭൂരിപക്ഷം ഉറപ്പാക്കാനുള്ള പ്രവർത്തനങ്ങളിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ ഏർപ്പെട്ടിരിക്കുന്നത്. ശബരിമല വിഷയം ഈ ഒരു ഇലക്ഷന് ബാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമായ പോരാട്ടമാണ്, വൈകാരികമായ പോരാട്ടമല്ല. ഇന്ത്യയിൽ ഇനി തെരഞ്ഞെടുപ്പ് നടക്കണോ എന്ന് തീരുമാനിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണിത്. കൃഷിക്കാരെയും തൊഴിലാളികളെയും സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ രാജ്യത്ത് ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഉറപ്പാക്കണമെങ്കിൽ ഇന്ന് നിലവിലുള്ള ജനദ്രോഹ ഭരണം നടത്തുന്ന നരേന്ദ്രമോദി ഗവൺമെൻറ് മാറണം. 2004 62 പാർലമെൻറ്റ് മെമ്പർമാർ ഇടതുപക്ഷത്തിനോടൊപ്പം നിന്നതുകൊണ്ടാണ് വാജ്പേയി ഗവൺമെൻറ്റിനെ മാറ്റാൻ സാധിച്ചത്. അന്ന് കേരളത്തിൽ 20-ൽ 18 സീറ്റും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കായിരുന്നു. അതിന് സമാനമായ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്കാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 2 തവണയും വിജയിച്ച മണ്ഡലമാണ്. ഇനിയും ജനങ്ങൾക്ക് എന്ത് വാഗ്ദാനമാണ് അവരോട് പറയാനുള്ളത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരത്തെ തന്നെ മാനിഫെസ്റ്റോ പുറത്തിറക്കിയാണ് 2 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. അതിൽ ഓരോന്നും നടപ്പിലാക്കുകയും നിയമസഭയാണെങ്കിലും പാർലമെൻറ്റിലാണെങ്കിലും ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന കാര്യം യാഥാർത്ഥ്യബോധത്തോടു കൂടിയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞത് വിഴുകുന്ന പാർട്ടിയും തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്കാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 2 തവണയും വിജയിച്ച മണ്ഡലമാണ്. ഇനിയും ജനങ്ങൾക്ക് എന്ത് വാഗ്ദാനമാണ് അവരോട് പറയാനുള്ളത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരത്തെ തന്നെ മാനിഫെസ്റ്റോ പുറത്തിറക്കിയാണ് 2 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. അതിൽ ഓരോന്നും നടപ്പിലാക്കുകയും നിയമസഭയാണെങ്കിലും പാർലമെൻറ്റിലാണെങ്കിലും ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന കാര്യം യാഥാർത്ഥ്യബോധത്തോടു കൂടിയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞത് വിഴുകുന്ന പാർട്ടിയും പ്രസ്ഥാനവുമല്ല. 3 വർഷത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കേരള ഭരണവും ഓരോ വർഷവും ഞങ്ങൾ റിപ്പോർട്ട് കാർഡ് പ്രസിദ്ധീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെയാണ് ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലും കഴിഞ്ഞ 10 വർഷക്കാലം ഓരോ മേഖലയെ കേന്ദ്രീകരിച്ച് 59 ഗ്രാമപഞ്ചായത്തും 3 നഗരസഭകളുമുള്ള ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ എല്ലാ പ്രദേശത്തും സന്തുലിതാവസ്ഥ ഉറപ്പാക്കിക്കൊണ്ടാണ് വികസന പ്രവർത്തനം നടപ്പിലാക്കിയത്. അത് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകും. തീർച്ചയായിട്ടും വളരെ വലിയ ഒരു വിജയ പ്രതീക്ഷയിൽ തന്നെയാണ് PK ബിജു ഉള്ളത്. 2 തവണയും ആലത്തൂർ നിയോജക മണ്ഡലം ആലത്തൂർ ലോക്സഭാ മണ്ഡലം പ്രതികരിച്ച് അദ്ദേഹം മത്സരിച്ചു വിജയിച്ചതാണ്. ജനങ്ങൾ 2200 കോടി രൂപയിലധികം അദ്ദേഹം ഒരു വികസന പ്രവർത്തനങ്ങൾ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ അദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം അല്പസമയം മുമ്പാണ് അദ്ദേഹം മാധ്യമങ്ങളെ അറിയിച്ചത്. എന്തായാലും വളരെ വലിയ വിജയ പ്രതീക്ഷയിൽ തന്നെയാണ് അദ്ദേഹം. പ്രവർത്തകരൊക്കെ തന്നെ വളരെ വലിയ ആവേശത്തിൽ തന്നെയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹത്തിനൊപ്പം നിരവധി പ്രവർത്തകർ ആവേശോജ്വലമായ ഒരു പ്രചരണം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. ആലത്തൂരിൽ നിന്നും MS ശംഭുവിനൊപ്പം R. പീയൂഷ്, മറുനാട് TV.